ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ വ്ലോഗ്. അതെ, നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളെ 240K സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഒരു 3-4 മാസമായിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ കിടന്ന് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്താണ് എന്താണ് പാത്തു പ്രഗ്നന്റ് ആണോ, ഷീസ് പ്രഗ്നന്റ്, അങ്ങനൊക്കെയുള്ള കുറെ കമന്റുകളാണ്. കൊറേ കമന്റ്. അപ്പൊ ഇനി നമ്മള് ഇത്രയും കാലം വീഡിയോ ഇട്ട് ഉണ്ടാക്കിയ ഒരു ഓഡിയൻസ് ഉണ്ട് എനിക്ക്. അപ്പൊ ഓലോട് അറിയിക്കേണ്ടത് എന്റെ ഒരു മാന്യതാണ്. കാരണം ഞാൻ എന്റെ എല്ലാ നല്ല മൊമെന്റ്സും ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങളെ വായോണ്ട് തന്നെ ഇനിയിപ്പോ അത് റിവീൽ ആക്കാം. ഇനിയിപ്പോ മൂടി വെച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാരും അറിഞ്ഞു. എങ്ങനെ ഇത് അറിയണമെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. ഞങ്ങള് നിങ്ങളെല്ലാരും വിചാരിച്ചിട്ട് നിങ്ങളെല്ലാരും എക്സ്പെക്ട് ചെയ്ത അതെ, സത്യമാണ്. പക്ഷേ എനിക്ക് അതല്ല പ്രശ്നം. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെ ഞാൻ എന്റെ ചെറിയ മാറ്റം പോലും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു ബോഡിക്ക് ഒരു മാറ്റം വന്നാലോ, അല്ലെങ്കിൽ ഞാനൊന്ന് ക്ഷീണിച്ചാലോ, ഞാനൊന്ന് തടിച്ചാലോ, അടുത്ത ഓരോ വീഡിയോയില് ഓൽക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടിയാണ്. ചിലവര് പറയും ഷീസ് പ്രഗ്നന്റ്, അപ്പൊ ചിലവര് പറയും നോ ഷീസ് നോട്ട് പ്രഗ്നന്റ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടിയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു അവസാനം വേണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോ മാഷാല്ലാ ഞങ്ങള് റിവീൽ ചെയ്യാൻ പോവാണ്. അൻഷി പറയൂ. അതെ അതെ, യെസ്, ഐ ആം. ഞാൻ എന്താ പറയാ, പ്രഗ്നന്റ് ആണ്. 3 മാസമായി, മൂന്നാം മാസമാണത്. അതെ, സത്യം പറഞ്ഞാൽ 3 മാസമായിട്ട് എല്ലാവരോടും പറയാന്നുള്ളൊരു ഇതുകൊണ്ടാണ് എല്ലാരും അങ്ങനെ ചെയ്യില്ല. കാരണം എന്താ പറയാ, കൊറേ പേരെ കമന്റ് കണ്ടീനു കേട്ടോ. ഇനിയിപ്പോ ആണെങ്കിലും അല്ലെങ്കിൽ ഓളാവുമ്പോ പറഞ്ഞോളൂന്ന്. ഞാൻ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞാല് സോഷ്യൽ മീഡിയന്റെ കാര്യമാണ്. ഇത് നമുക്ക് പഠിച്ചോനായിട്ട് കൊടുന്ന ഒരു ഇതാണ്. അപ്പൊ പഠിച്ചോന്റെ കയ്യിലാണ് എന്താവും എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്കൊരു ഉറപ്പായിട്ട് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇത്രയും ദിവസം ആരോടും നമ്മളെ തൊള്ളോണ്ട് പറയാഞ്ഞത്. പക്ഷെ ഞാൻ പോണ ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ പോണയിടത്തു നിന്നൊക്കെ എന്നെ കുറെ ആൾക്കാർ കണ്ട് കുറെ ഷെയർ ചെയ്ത് ഓൾമോസ്റ്റ് ഇതെല്ലാരും അറിഞ്ഞിക്കണേ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെ, ഞാന് എന്താ അവിടെ തന്നെ കുറെ ആൾക്കാര് നമ്മൾ നോട്ടീസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ മലപ്പുറമുള്ള ഇത്തീസിലാണ് കാണിക്കണേ, മെറ്റേണിറ്റിക്ക് മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. അപ്പൊ ഞങ്ങള് ഇത് അറിഞ്ഞ എങ്ങനെ വെച്ചാല് എനിക്കൊരു പനി വന്നു. അതായത് ഒരാഴ്ച പനിച്ച്. ഞാൻ പറയാം, മെയ് 7-ാം തീയതി. ഞാൻ സത്യം പറയട്ടെ, ഞങ്ങൾ രണ്ടാളും ഒരിട്ട് എക്സ്പെക്ട് ചെയ്യണം. അല്ല, സ്റ്റാർട്ടിങ് പറയട്ടെ. സ്റ്റാർട്ടിങ് എങ്ങനെ വെച്ചാല് ഇന്റെ ഇളക്കലിക്ക ഇന്റെ പീരിയഡ്സ് ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും 7-ാം തീയതിയാണ് വരിക. അപ്പൊ കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ മെയ് 7-ാം തീയതി എന്താ പറയാ, ഞാന് ഒരു 5, 6, 7, 8 ദിവസം, ഒരു 4-5 ദിവസം ഞാൻ പനിച്ച് കിടന്നു. അതായത് ഇതുവരെ എന്റെ ലൈഫിലേക്ക് വരാത്തൊരു പനി. അതുപോലെ തന്നെ ട്രിപ്പിട്ടെടുക്കുക മാറുന്നില്ല. ഇതെന്ത് സംഭവം മനസ്സിലാവില്ല. ടെസ്റ്റിലും കാര്യങ്ങളിലും ഒന്നുമില്ല. പക്ഷെ ഭയങ്കര പനി, തല പൊന്തിച്ചാൻ വെച്ചാ. അപ്പൊ പിന്നെ പീരിയഡ്സ് ഡേറ്റ് ആയി. അപ്പൊ എന്താ, ഞാൻ നോക്കുമ്പോ നമുക്ക് കുറച്ചൊരു ലീക്കേജ് പോലെ വരുമല്ലോ. നോർമലി പെൺകുട്ടിക്ക് വരും, പീരിയഡ്സിന് മുന്നുള്ള ഗേൾസിന് അറിയാം. ഇപ്പൊ ഞാൻ ഓപ്പണായി പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. എന്താ അങ്ങനെ വരും. അപ്പൊ എനിക്ക് അങ്ങനെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പീരിയഡ്സ് ആയതാണ്, നോർമൽ പോലെ തന്നെ എല്ലാ മാസവും പോലെ തന്നെ ഞാൻ ആയതാണെന്ന് വിചാരിച്ചു. എന്താ നമ്മള് കെയർ ചെയ്യാതെ വിട്ടു. പിന്നെ എനിക്ക് പനി നിൽക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് പനിക്ക. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോസൊക്കെ എടുത്ത് പെരിക്കെത്തി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് നോർമലി നമ്മൾ പീരിയഡ്സ് ഫ്ലോ ചെയ്യുന്ന പോലെ ബ്ലഡ് ലീക്ക് ആവണില്ല. കുറച്ച് വന്നിട്ട് പിന്നെ സ്റ്റക്കായി. അപ്പൊ ഞാൻ അൻഷിനോട് പറഞ്ഞ, അൻഷി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വയറിനും അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ അൻഷിനോട് പറഞ്ഞേ ഉണ്ടോ അറിയില്ല. അപ്പൊ അൻഷി ആദ്യം പറഞ്ഞേ ഏജൊന്ന് ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് കട്ടാവണം, അതോട്ടെ കട്ടാവേണ്ടത്. അപ്പൊ ഞാൻ അൻഷിനോട് പറഞ്ഞ, അൻഷി എനിക്കൊരു ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ വരുമ്പോ ഒരു പ്രഗ്നൻസി ടെസ്റ്റർ ആയിട്ട് വായോ, ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി. സാധാരണ എന്താ പറയാ, ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിരിക്കണം. പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചു ഞാൻ പ്രഗ്നന്റ് ആകുമ്പോൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടൊക്കെ ഇടി വെട്ടിയ മാതിരി ആയിരുന്നു കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്തു, പ്രഗ്നൻസി
ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ ടെസ്റ്റില് 2 വര വരണ്ടോടത്ത് 2 വര വന്നു, പക്ഷെ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടാ വന്നത്. ഇനി ഏർലി പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്യണത്, സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അൻസിന്റെ അടുത്ത് കൊണ്ടേ കാട്ടി കൊടുത്ത അൻസി എന്നിട്ട് അതൊന്നും ആവൂല, ചിലപ്പോ എന്തെങ്കിലും കേടേക്കാരെന്നൊക്കെ പറഞ്ഞാണ്ട് പ്രഗ്നന്റ് ഒന്നും ആവാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങള് അല്ല വീട്ടുകാരടുത്ത് കൊണ്ടേ കൊടുത്തു. 2 ലൈന് വന്നാല് പ്രഗ്നന്റ് ആണെന്ന് എന്റെ അമ്മ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താട്ടി സർപ്രൈസ് ആയതുകൊണ്ട് എന്റെ അമ്മാന്റെ അടുത്തും താത്താന്റെ അടുത്തും ബാബുന്റെ അടുത്തും ഒക്കെ കൊണ്ടേ കൊടുത്തു. അപ്പൊ ഓല് പറഞ്ഞു നോർമലി പ്രഗ്നന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനേ വരുള്ളൂ, പക്ഷെ ഇത് 2 ലൈന് വന്നിക്കണേ, അപ്പൊ പ്രഗ്നന്റ് ആണോ അല്ലേന്ന് കൺഫേം ചെയ്യണം, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം പറഞ്ഞു. അതുവരെ അപ്പോഴും ഞങ്ങൾക്ക് ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഞാൻ പിന്നെയും ഓക്കെ ആയിരുന്നു, പക്ഷെ അൻഷിക്ക് ഇത് തീരെ പെട്ടെന്നുള്ള ഞങ്ങളെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങള് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡ് വരുന്നു. പിന്നെ എന്തായാലും ഓള് പ്രഗ്നന്റ് ആയപ്പോ പിന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് ഓൾക്കും വന്നില്ല. ഒന്നാമത്തെ കാര്യം എന്താ ഗൈസ്, നമുക്ക് അതിന്റെ വില നല്ലോണം അറിയാം, അറിയാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്റെ ബ്രദർ സിസ്റ്റർ. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു അടിയിൽ നമ്മള് അത് ഒഴിവാക്കുമ്പോ പിന്നെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവനക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവന്റെ മൂത്ത താത്താക്കായാലും ഇപ്പൊ എന്റെ മൂത്ത താത്താക്കായാലും ഓൾക്ക് ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കണേ. ഇതുവരെ ഉണ്ടായിട്ടില്ല, ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മളെ മുന്നിൽ അങ്ങനത്തെ ആൾക്കാർ നിൽക്കുമ്പോ നമുക്ക് ഓലടിന്ന് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഞങ്ങൾക്കും തന്നെ പഠിച്ചവൻ ആദ്യമായിട്ട് തന്നതാണ്, തോന്നിയില്ല. പിന്നെ ഇത് പെട്ടെന്നായ ചോദിച്ചാ പെട്ടെന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. കാരണം ഇനിയിപ്പോ കുറെ ആൾക്കാർ പറയും ഇനിയിപ്പോ ചെറിയ പക്ഷേ ഞാൻ ജോബിനൊക്കെ കാരണം എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ എനിക്ക് ജോബ് വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നതായിരുന്നു. ഞാൻ അതിനൊക്കെ പ്രിപ്പയർ ആയി നിൽക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാരണം വിചാരിച്ച് നിൽക്കാനോ അതിന്റെ ഇടയിൽ വന്നു. പിന്നെ ഞാനിപ്പോ അതാണ് കേട്ടോ, ഞാൻ മറ്റേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ജോബിന് കയറുന്നില്ല, ഞാൻ റെസ്റ്റിലാണെന്നുള്ളത്. അപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ 3 മാസമായി എനിക്ക്. ഞാൻ എന്റെ A to Z ട്രീറ്റ്മെന്റ് കാണിച്ചത് ഇത്തീസിലാണ് കേട്ടോ. അപ്പൊ ഇത്തീസിൽ പോയ സമയത്ത് ഫസ്റ്റ് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലഡ് ചെക്ക് ചെയ്തു. അതിൽ കൺഫേം ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ടെസ്റ്റ് പോസിറ്റീവ് ആയി. ഓല ആദ്യം ട്യൂബിലുള്ള പ്രഗ്നൻസി ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഒക്കെ എടുത്തു. അതൊന്നല്ല, അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇപ്പൊ ഒരു കുഴപ്പമില്ല, 3 മാസമായി ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോ അൻഷി അപ്പൊ ഉണ്ടല്ലേ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ഞങ്ങൾക്ക്. ഇതെന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അൻഷി എന്താ പറയാനുള്ളത്? എന്നും പറയാനില്ല, പറയാനുള്ളതൊക്കെ തന്നെ. എല്ലാരും ചോദിച്ചുള്ള ഉത്തരവാണത്. അതെ, പ്രഗ്നന്റ് ആണോ പാത്തു പ്രഗ്നന്റ് ആണോ ചോദിച്ചാല് പാത്തു 3 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇനി വഴിയെ ഞാൻ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഞങ്ങളെ വഴിയെ അറിയിക്കാം. അപ്പൊ ഇനി ആരും ഇതാലോചിച്ച് ടെൻഷൻ ആവണ്ട. അല്ല നിങ്ങളെ സ്നേഹം സപ്പോർട്ടൊക്കെ വേണം. ആ പേരും പറഞ്ഞ് കുറെ ആൾക്കാർ അങ്ങോട്ട് തല്ലൂടാണ്. നിങ്ങൾ അങ്ങനെ തല്ലൂടണ്ട കേട്ടോ. ഞാൻ എന്റെ ടൈം ആവുമ്പോ ഞാൻ നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ട്. പിന്നെ ഇപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞു നാളെ അതെന്തെങ്കിലും ആയി പോയാ പിന്നെ അത് പിന്നെ സോഷ്യൽ മീഡിയ അറിയാലോ, അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ് പറയാഞ്ഞത്. അപ്പൊ ഞങ്ങളെ വായാൽ കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണ്, അൻഷി വാപ്പാവാൻ പോവാണ്, ഞാനൊരു ഉമ്മ ആവാൻ പോവാണ് ഇൻഷാ അല്ലാ. ഇതുവരെ എനിക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ പല ഗേൾസിനും ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതിലൊക്കെ അൽഹംദുലില്ലാ പഠിച്ചവന് റാഹത്ത് തന്നിട്ടുള്ളൂ. ഛർദി ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ ഹെൽത്ത് ഓക്കെ ആയിട്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാരും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം അല്ലേ? എന്താ അൻഷി പോയി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഓനക്ക് ഡ്യൂട്ടി ഉണ്ട്, ഞാൻ പോയി ഓന് പറഞ്ഞിട്ട് ഞാൻ വരാട്ടോ. അപ്പൊ ഗൈസ് അൻഷി ഡ്യൂട്ടിക്ക് പോയി, അൻഷിക്ക് ഇന്ന് വർക്ക് ഉണ്ട്. അപ്പൊ ആള് പോയി. എന്താ അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഞാനെന്താ പറയാ, പെട്ടെന്ന് ആയോ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെയാണ്. തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ഉമ്മ ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. എന്റെ കൺസെപ്റ്റില് ഇപ്പൊ ഇല്ല അത്. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അൻഷി ഇത് വേണമെന്നൊക്കെ ഞാൻ അൻഷിനോട് ചോദിച്ചു. പിന്നെ എന്താ ഞാൻ റിയലൈസ് ചെയ്തു ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കാര്യമില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്കൊരു ബേബി വേണം. അപ്പോൾ ഫസ്റ്റ് ഇതൊന്നായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ കരിയർ നോക്കാം എന്നുള്ള രീതിയിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണ്.
ഞാൻ കാണിക്കുന്നതൊക്കെ മലപ്പുറം ഇത്തീസിലാണ് കേട്ടോ. നല്ല സർവീസാണ് അവിടെ, അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ ചെന്നാലും നമുക്ക് വേണ്ട കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഓല് തരുന്നുണ്ട്. അപ്പം ഞാനത് പ്രിഫർ ചെയ്തു. പിന്നെ എന്താ, ഒരു ബേബിൻ്റെ വില നല്ലോണം എൻ്റെ വീട്ടിൽ അറിയാം, ഇവിടെ ആണെങ്കിലും അറിയാം. എൻ്റെ താത്താക്ക് കുട്ടികളില്ലാത്തതാണ്. അപ്പോൾ ഓലടിയിലും ഒക്കെ എനിക്ക് ഒഴിവാക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കേണ്ടി വന്നില്ല. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ പറയാ, അപ്പം അത്രേ പറയാനുള്ളൂ. എനിക്ക് പെട്ടെന്ന് പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം നിങ്ങൾ ലവ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക, പ്രാർത്ഥിക്കുക. ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ബേബിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല, നമ്മളൊക്കെ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, എൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വയറ് പൊന്തിയ ചോദിച്ചാൽ 3 മാസമായിട്ടുള്ളൂ. പെട്ടെന്ന് കണ്ടാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഷോർട്സും റിവീലിംഗ് ഷോർട്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്താ പെട്ടെന്നായിരുന്നു, ആക്സിഡൻ്റലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അനുഷിനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ റിവീൽ ചെയ്യാന്ന്. ഒരു ഷോർട്സ് എടുത്തിക്കണം, അത് തീരെ സക്സസ് ആയിട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമ്മളെ പറ്റിക്കണ പോലെ ആവും. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടാം, പക്ഷെ അതെല്ലാവർക്കും മനസ്സിലാവും അത് പറ്റിച്ചിട്ടുള്ള വീഡിയോ. ഒന്നും പറ്റിച്ചിട്ടല്ല, എന്താ സ്ക്രിപ്റ്റഡ് ആണെന്ന്. അപ്പം ആ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എൻ്റെ ഫോണിലുണ്ടായിരുന്നു, ഉമ്മാൻ്റെ ഉള്ളൊക്കെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഞാനത് വേറെ ഫോൾഡറിലാക്കി വെച്ചതായിരുന്നു, പക്ഷെ അത് ഡിലീറ്റ് ആയി പോയി. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ കാണിച്ചു തരാം, വെറുതെ ഒരു രസമല്ലേ, കാട്ടിത്തരാം. പിന്നെ ഇത്തീസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ പൊത്തി പിടിച്ചിട്ടുള്ളത്. ഇത്തീസിലാണ് കാണിക്കുന്നത്. ഇത്തീസ് നമ്മളെ കൊട്ടപ്പടി ആ ഏരിയയിലാണ് കേട്ടോ വരിക. അപ്പോൾ ഇത് ഫസ്റ്റ് കാണിച്ച പ്രിസ്ക്രിപ്ഷനായിരുന്നു. പിന്നെ ഇപ്പോൾ 3 മാസത്തിന് നമുക്ക് അത്യാവശ്യം പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഫോളിക് ആസിഡും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. സ്കാനിങ് റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് മന്തിലെടുത്ത സ്കാനിങ് റിപ്പോർട്ട് കേട്ടോ. ഇതവിടെയായിരുന്നു ബേബി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ 3-ാം മാസത്തിലെടുത്ത, അല്ല 2-ാം മാസത്തിലെടുത്ത സ്കാനിങ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് 3-ാം മാസത്തെ സ്കാനിങ് എടുക്കാനുണ്ട്. ആഗസ്റ്റ് 5-നാണ് എൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പം ഞാൻ കുറച്ചാണ്ട് കഴിഞ്ഞിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ 4-ാം മാസത്തും കൂടി അതിൽ പെടുമല്ലോ വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ അനുഷി പറയുന്നുണ്ട് വേഗം തന്നെ പോയി സ്കാൻ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ.